നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകൾ, അതായത് നമ്മുടെ ചതിക്കുഴികൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകാനോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫീച്ചർ നോക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് യുവർ ടൈം ലേ എന്നൊരു ഫീച്ചറുണ്ട്. ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ യാത്ര പോകുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ടുഡേ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ആ ദിവസം ഏതൊക്കെ സ്ഥലത്തേക്ക് യാത്ര പോയി എന്നുള്ളത്. ഒരു ജിമെയിൽ 2 ഫോൺ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജിമെയിൽ ഏതൊക്കെ ഫോൺ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ആ ആളുകൾക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭാര്യയുടെ ജിമെയിൽ അക്കൗണ്ട് ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈ ടൈം ലൈനിൽ വന്നൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്ത ഫോൺ ഉപയോഗിച്ച് എവിടേക്ക് യാത്ര ചെയ്തു എന്ന്, പുറത്തേക്കൊക്കെ പോയത് ഏതൊക്കെ സമയത്താണ്, ഏതൊക്കെ സ്ഥലത്തേക്ക് പോയി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. എന്നാൽ ഇത് നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി നമുക്ക് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഓരോ സ്ഥലത്തേക്കും നമ്മൾ യാത്ര പോയതിൻ്റെ നേരെ അവസാനത്തിലുള്ള ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓർക്കുക, ശ്രദ്ധിക്കുക, നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ ഇതുപോലെ 2 ഓപ്ഷൻ ചോദിക്കും. നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് പോയതെന്ന് കാണിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ സ്ഥലം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം ഗൂഗിൾ മാപ്പിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ അനുവാദമുള്ള സ്ഥലം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലമായിരിക്കും പിന്നെ കാണാൻ സാധിക്കുക. അതായത് ഒറിജിനൽ സ്ഥലം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഹിസ്റ്ററി ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ മെയിൽ ഐ ഡി ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററി. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഓൺ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേൺ ഓഫ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി. നിലവിൽ ഇപ്പോൾ ഉള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്യണം എന്നുള്ള ഫീച്ചറാണെങ്കിൽ രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് തൽക്കാലം ഓഫ് ചെയ്യുന്നില്ല, എനിക്ക് ആവശ്യമുള്ള ഫീച്ചർ ആയതുകൊണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഗൂഗിൾ മാപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഗൂഗിൾ മാപ്പിൽ നമ്മുടെ പ്രൊഫൈൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഷെയറിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളറിയാം നിങ്ങളുടെ ഫോണിൽ നിന്ന് ആരെങ്കിലും ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഷെയർ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ സമയത്ത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആയിരിക്കും. ഇത് ഇതുപോലെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഈ ലൊക്കേഷൻ ഷെയറിങ് കിട്ടിയ ആൾക്ക്, അതായത് ഇതുപോലെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താൽ അയാൾക്ക് പിന്നെ നിങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോകുന്ന വാഹനത്തിന് തൊട്ട് പിറകിൽ നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്ന് കണ്ടെത്തി അയാൾക്ക് നിങ്ങളെ ഫോളോ ചെയ്ത് കറക്റ്റ് ലൊക്കേഷനിൽ എത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭാഗം ആരെങ്കിലും ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മാപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രൊഫൈൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിങ്സിന് ഓപ്ഷൻ കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ ലൊക്കേഷൻ സെറ്റിങ്സിന് ഓപ്ഷൻ, ഇത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ആപ്പ് ലൊക്കേഷൻ പെർമിഷൻ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും, അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ഏതൊക്കെ ആപ്പുകൾക്കാണ് നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 2 ആപ്പുകൾക്ക് ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇത്രയും ഫേസ്ബുക്ക്, ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം, ആൻഡ്രോയിഡ് ഓട്ടോ, ഇതൊക്കെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് നോക്കുക ആസ്ക് എവരി ടൈം, എല്ലാ സമയത്തും നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പെർമിഷൻ കൊടുക്കാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ടെങ്കിൽ, സെക്യൂർ അല്ലാത്ത ഏതെങ്കിലും ആപ്പിന് നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ അലോ ഓൾ ദ ടൈം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡു നോട്ട് അലോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകൾ നമ്മൾ പരിശോധിച്ച വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.